ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞ് ഹെയർ ബോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ യെല്ലോ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അത് ഈ ഒരു ബ്ലാക്കിൽ വയ്ക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യെല്ലോ എടുത്ത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രോഷറ്റിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മാജിക് റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാജിക് റിങ്ങും അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ ക്ലാസ്സുകളും ഡീറ്റെയിൽസൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളത് ഇവിടെ മാജിക് റിങ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിവിടെ 6 ചെയിൻസാണ് വേണ്ടത്. 1 2 3 4 5 6 കണ്ടോ, 6 ചെയിൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ നീഡിലിൽ 1 2 3 4 5 പ്രാവശ്യം നമ്മൾ നീഡിൽ ഇതിങ്ങനെ ചുറ്റുക. അതിനുശേഷം നമ്മൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മുടെ മേലത്തെ ആദ്യത്തെ ത്രെഡ് വലിച്ചിട്ട് ആദ്യം 2 ഇടുക, പിന്നെ 2 ഇടുക. അങ്ങനെ 2 ഇട്ട് വരിക കേട്ടോ ലാസ്റ്റ് വരെ. കണ്ടോ, ലാസ്റ്റത്തെ 2 നമ്മളിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും. ഇങ്ങനെ കയറുപിരി പോലെ ഇങ്ങനെ പിരിഞ്ഞ് കിട്ടും. 5 പ്രാവശ്യം നമ്മൾ ഇതിൽ ചുറ്റുക കേട്ടോ. അപ്പോൾ 1 2 3 4 5 5 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. 1 2 3 4 5 ഓക്കെ, 5 പ്രാവശ്യം ചുറ്റുക. നമ്മൾ ഈ ഹോൾഡ് അകത്ത് കൂടെ ഇടുക. അതിന് ശേഷം നമ്മൾ അടിയിൽ നിന്ന് നൂലെടുത്തിട്ട് 1 2 3 4 5 6 ഓക്കെ, 2 ഇടുക. പിന്നെ ഇതിപ്പോൾ ഇത്രയും വലിയ ലെങ്ത്തിൽ ചെയ്യണമെന്നില്ല. ഇത് കുറച്ച് വലിയ ബോയ് ആയിരിക്കും. നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ക്രോഷറ്റോ ഹാഫ് ഡബിൾ ക്രോഷറ്റൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ 5 ഇങ്ങനെ നീഡിൽ ചുറ്റുന്നതിന് പകരം ഞങ്ങൾക്ക് 3 മറ്റേ ചുറ്റിയാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വലിപ്പത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഈ നീഡിൽ ഇങ്ങനെ ത്രെഡ് ചുറ്റാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെയും ചെയ്യുന്നുണ്ട്. ബോയ്ക്ക് എത്ര വീതി വേണമെന്നനുസരിച്ചിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇതും ഞങ്ങൾക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് എളുപ്പമല്ല എന്ന് തോന്നും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ, എനിക്കിത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ തലകറക്കം വരുമായിരുന്നു. ഇത് എങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിത് ഭയങ്കര ഈസിയാണ്. നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഇപ്പോൾ എന്താണ് ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് നല്ല സ്പീഡിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് ടൈം എടുത്ത് നമ്മളിത് പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വീഡിയോസൊക്കെ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും മൈൻഡ് കുറച്ച് ഫ്രീ ആയിട്ട് വയ്ക്കുക. അതായത് കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കൂടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മൈൻഡൊക്കെ റിലാക്സായി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 4 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടെ എന്തായാലും 2 ചെയ്യാം, 6 ചെയ്യാം കേട്ടോ. പിന്നെ ഈ നീഡിലൊക്കെ ഓൺലൈനിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. നിങ്ങളുടെ അടുത്ത ഷോപ്പുകളുണ്ടാവും. പക്ഷേ ഷോപ്പുകളിൽ ത്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. 12 രൂപയ്ക്കൊക്കെ ഈ ഉള്ളൻ ത്രെഡ് കിട്ടും. പക്ഷേ ഒരു നീഡിലേ വന്നിട്ട് അവർ ചിലപ്പോൾ 60 രൂപ 40 രൂപ 35 രൂപ എന്നൊക്കെ പറയും. അപ്പോൾ നീഡിൽ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കണമായിരിക്കും ബെറ്റർ. ഓൺലൈനിൽ സിംഗിളായിട്ടും കിട്ടും, അതില്ലാതെ ഇത്ര പീസായിട്ടും കിട്ടും. അതായത് ഫുൾ സെറ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഫസ്റ്റ്, അതായത് ഏറ്റവും ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെയുള്ള നീഡിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നില്ല, ബെറ്റർ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഈ നീഡിൽസൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സിലിക്കണിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കൈ വേദനയൊന്നും വരില്ല കേട്ടോ. മെറ്റലിൻ്റെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൈ വേദന വരുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. എനിക്ക് ആക്ച്വലി വേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിലിക്കണിൻ്റെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ 6 ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 4 6 ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 6 ചെയിനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയിന് ചെയ്തത്. ഇനി നമ്മളിവിടെ 5 ചെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 1 2 3
4 5. ഓക്കെ, 5 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ സർക്കിളിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് നെക്സ്റ്റ് നമ്മൾ ഇതിപ്പോൾ ഒരു സൈഡായി കണ്ടോ, ഇതൊരു സൈഡായി. ഞങ്ങൾക്കിനി അടുത്ത സൈഡ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത സൈഡ് ചെയ്യുന്ന സമയത്ത് 6 ചെയിൻസ് അല്ല, ഇവിടെ നമ്മൾ 5 ചെയിൻസാണ് ഇട്ടത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് 6 ചെയിൻസ് ഇട്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 5 ചെയിൻസ് തന്നെ ഇടുക കേട്ടോ. ഇവിടെ 5 ചെയിൻസ് ഇട്ടു. ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡും വന്നിട്ട് 5 ചെയിൻ ഇടുക. 1 2 3 4 5. ഇനി റിപ്പീറ്റ് നമ്മൾ 5 പ്രാവശ്യം നമ്മുടെ ത്രെഡ് നീഡിലിൽ ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ സർക്കിളിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളൊന്നും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ കഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത് ബോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതില്ലാതെ സ്റ്റിച്ചിങ് മാത്രം ചെയ്തിട്ടുള്ള മെത്തേഡും ഉണ്ട്. അതിനെ വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ഞാൻ ഇതാണെന്നേ പറയുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ടക്കെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ഹെയർ ബോസിൽ മാത്രമല്ല, നമുക്ക് ഡ്രസ്സിൽ വേണമെങ്കിൽ കുട്ടികളുടെ കുഞ്ഞു ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ത്രെഡിൽ ഇങ്ങനെ ഉള്ളൻ ത്രെഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നൂലിങ്ങനെ എണിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. അത് ഞങ്ങൾ ലൈറ്ററും കൊണ്ട് ഒന്ന് ശരിയാക്കിയാൽ മതി. അതില്ല ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് എന്താണ് കോട്ടൺ ഉണ്ടല്ലോ, കോട്ടൻ്റെ ത്രെഡ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ പേഴ്സ്, ബാഗ്, പൗച്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഷൈനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നൈലോൺ ത്രെഡ് ഉണ്ടല്ലോ, നൈലോൺ ത്രെഡോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡിൻ്റെ ഇത് സിൽക്ക് ആണും അതുപോലെ തന്നെ കോട്ടൺ അല്ല നൈലോൺ യാണ് കിട്ടും. നൈലോണാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ കേട്ടോ, നല്ല ഷൈനിങ് ആയിരിക്കും. ഞാൻ ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല, കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ്. ഓക്കെ, 1 2 3 4 5. പിന്നെ ഞങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ഒരിക്കലും മറന്നു പോയത്. ഒരു സൈഡ് നിങ്ങൾ എത്ര എണ്ണം ആണോ ചെയ്തത് അതന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാലാണ് ആ ഒരു ബോയിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ കിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോസ് ഇടാത്തതിന് ഒന്നാമത്തെ കാരണം നമുക്ക് വേറെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്, പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. 2 വന്നിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ വല്ല കംപ്ലൈൻ്റ് ആണോ അതോ ഇനി എൻ്റെ ചാനലിൻ്റെ വല്ല കംപ്ലൈൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ്ലി ഡൗണായി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡിക്രീസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഇട്ടാൽ കൂടെ ഇൻക്രീസ് ആവുന്നില്ല, വാച്ച് അവർ കൂടുന്നില്ല, കുറയല്ല. അപ്പം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്നൊന്നും എനിക്കറിയില്ല. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല എന്നൊരു മൈൻഡ് ആയതുകൊണ്ടാണ് എനിക്കൊരു മാതിരി വീഡിയോ നമുക്ക് ഡെയിലി ഇടാനും പറ്റാത്തത്. നമുക്ക് എന്തായാലും നോക്കാം, ഞാൻ എന്തായാലും അവർക്ക് യൂട്യൂബിൽ മെയിൽ അയക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട്, ചിലപ്പോൾ നേരെ ആൾക്കാർ കാണാത്തത് കൊണ്ടായിരിക്കാം വാച്ച് അവർ കിട്ടാത്തത്. ചിലപ്പോൾ ചിലവർ സ്കിപ്പ് ചെയ്ത് കാണാവുമല്ലോ, അപ്പോൾ അത് കാരണമായിരിക്കും എനിക്ക് വാച്ച് അവർ കിട്ടാത്തതെന്ന് വിചാരിക്കണു, അറിയില്ല. എന്തായാലും നമുക്ക് മെയിൽ അയച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ആവുമായിരുന്നു എനിക്ക് ഈ സമയം കൊണ്ട്. പക്ഷേ എന്തോ നമ്മളും കുറച്ച് വീഡിയോസ് ഇടാൻ വൈകി, അവരുടെ ഭാഗത്തു നിന്നാണോ എൻ്റെ ഭാഗത്തു നിന്നാണോ തെറ്റെന്ന് അറിയില്ല. അതും കൂടെ വന്നപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഈ അടുത്ത കാലത്തൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായി. എന്തായാലും ശരി, നമുക്ക് എന്തായാലും നോക്കാം. എല്ലാത്തിനും അതിൻ്റേതായ ഒരു കാലമുണ്ടല്ലോ, അങ്ങനെ ആലോചിച്ച് നമുക്ക് സമാധാനപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ സൈഡ് നമ്മൾ 6 എണ്ണം ചെയ്തിട്ടുണ്ട്, ഈ സൈഡ് 6 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ചെയിൻ മാത്രമാണ് 6 എണ്ണം ചെയ്തത്, ഇവിടെ മാത്രമാണ് 6 എണ്ണം ചെയ്ത്, ഇവിടെ 5 ചെയിൻ ചെയ്തു എൻഡിൽ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡ് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 ചെയിനാണ് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1 2 3 4 5 5 ചെയ്യും കേട്ടോ. ഞങ്ങളൊന്ന് ഉറപ്പ് വരുത്തണേ. 1 2 3 4 5. ഓക്കെ, 5 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ സർക്കിളിൽ ഇട്ടിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ അവിടെ ലോക്കായി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സർക്കിള്, അതായത് മാജിക് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് പിടിച്ചിങ്ങനെ വലിച്ച്
ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്കൊരു ബോയിൻ്റെ ഷേപ്പ് വന്നില്ലേ. ഇപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മൾ നമ്മുടെ നീഡിൽ 5 പ്രാവശ്യമാണ് ചുറ്റിയത്. 5 പ്രാവശ്യം ചുറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുഞ്ഞു ബോ കിട്ടും. 5 പ്രാവശ്യത്തിൽ കൂടുതൽ ചുറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ബോ കിട്ടും കേട്ടോ. അതാണ് വ്യത്യാസം. അത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിവിടെ ഈ ഒരു 2 ത്രെഡും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് വന്നിട്ട്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടു, ഇതിപ്പോൾ ഹെയർ ക്ലിപ്പ് മാത്രമല്ല, നമുക്കിപ്പോൾ ഡ്രസ്സസിലൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ ഡ്രസ്സിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നന്നാവും. അപ്പോൾ ഈ ക്രോഷറ്റ് പഠിക്കുന്നതുകൊണ്ട് ക്രോഷറ്റ് നല്ല ഫോം ഷീറ്റും കൊണ്ട് നമുക്ക് ഹെയർ ആക്സസറീസ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കും ചെയ്യാൻ പറ്റും. ഈ ഒരു ക്രോഷറ്റിൻ്റെ ഈ ഒരു ബോ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിൽ യൂസ് ചെയ്യാം, ഹെയർ ബോസ് യൂസ് ചെയ്യാം, അങ്ങനെ കുറേ മൾട്ടി പർപ്പസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ചൊരു ത്രെഡും കൂടെ നമുക്ക് ചുറ്റി ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റോണും കൊണ്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ പേൾ വർക്ക് എന്തെങ്കിലും സെൻറ്ററിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു നൂലൊക്കെ ഇങ്ങനെ എണീച്ചിരിക്കുന്നതിനോട് ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നണം. ആക്ച്വലി നൂലൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. അതെൻ്റെ ലൈറ്റർ കംപ്ലൈൻ്റ് ആണ്. ഞങ്ങൾക്ക് ലൈറ്ററും കൊണ്ട് ഈ സൈഡിൽ ഈ നൂലൊക്കെ ഒന്ന് കരിയിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഞാൻ എങ്ങനെ കവർ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ സെൻട്രൽ പോർഷൻ കവർ ചെയ്യാനായിട്ട് ഇത് പിങ്കല്ല, ഫോണിൽ പിങ്കായിട്ട് കാണേണ്ടത്, ഇത് നല്ല ഡാർക്ക് മറൂണും അല്ലാത്തൊരു കളറാണ്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ സെൻറ്റർ കവർ ചെയ്യാൻ പോകണം. സെൻറ്റർ കവർ ചെയ്യാൻ ഈസിയാണ്. നമ്മളിത് ഇങ്ങനെ ഒന്ന് ത്രെഡ് ചുറ്റി പിടിക്കുക. അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് സെൻറ്ററിൽ കൂടെ ഇതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. കണ്ടോ, നല്ല ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു സൈഡ് ചെറുത് ഒരു സൈഡ് വലുതെന്ന് പറയാനുമില്ല. കാരണം ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലോ മാജിക് റിങ്ങിൻ്റെ, ആ ഒരു ഹോളിൻ്റെ അതിൽ കൂടെ തന്നെ ഞങ്ങൾ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിന്ന് ചെറുതായിന്നൊന്നും പറയാനും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൂടെ ചുറ്റിയതിന് ശേഷം കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചുറ്റിയതിന് ശേഷം ബാക്ക് സൈഡ് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ബോ ആണിത്. മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കുഞ്ഞു ബോയും കൂടെ ചെയ്തിട്ട് ഈ സൈഡ് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തടുത്തായിട്ട് ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് വാച്ചേഴ്സ് കൂടുതലും നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ, വെറൈറ്റി ഇല്ലെങ്കിലും എപ്പോഴും കാണുന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക കേട്ടോ.